ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് മിക്സിൻ്റെ കേക്ക് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ക്രീം കേക്ക് റെഡിയാക്കാം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ബേക്കേഴ്സിൻ്റെ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ മിക്സാണ്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും കാണത്തില്ല ഗൈസ്, ഇല്ലെങ്കിൽ നമുക്ക് പ്രാന്താവും. നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ റെഡിയാക്കുമല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കേക്ക് മിക്സ്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം അതിൻ്റെ ബാക്കിലുണ്ട്. നമ്മൾ അതെങ്ങനെ റെഡിയാക്കണം അതും അതിൻ്റെ ബാക്കിലുണ്ട്. ഫസ്റ്റ് നമ്മൾ 16 ml വാട്ടറും പിന്നെ അതുപോലെ 2 എഗ്ഗാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു എഗ്ഗേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു 50 ml ഓയിലുമാണ് എടുത്തത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷറിങ് സംഭവങ്ങളൊന്നും എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതായ ഒരു 200 ml ഈ ഒരു ഗീയുടെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് 100 പിന്നെ 60-50 ആ ഒരു റേഞ്ച് വെച്ചാണ് ഞാൻ ഇതൊരു അളന്ന് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്ന കേക്കിൻ്റെ ടിന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു വലിയ ടിന്നാണ് എടുത്തത്. പിന്നെ എനിക്ക് മനസ്സിലായി ഗൈസ്, ഈ ഒരു ടിൻ മതിയാവും. കാരണം കുറച്ചേ ഉള്ളൂ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഏത് ടിൻ വേണമെന്ന് വെച്ചാൽ നമുക്കത് സെറ്റാക്കാം എന്നുള്ള രീതിയിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബട്ടർ പേപ്പർ 2 ടിന്നിലും ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കേക്ക് മിക്സ് എടുത്തിട്ട് നമ്മൾ ഐറ്റംസ് 3 ഐറ്റംസ് ഉണ്ടല്ലോ, ഇൻഗ്രീഡിയൻസ്, അത് 3 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം ഈ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം എൻ്റെ കയ്യിലില്ല ഗൈസ്. ഇതെല്ലാം നമ്മളെ കയ്യിലിരിക്കുന്ന ഐറ്റംസാണ്. പിന്നെ ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തു. സെക്കൻഡ് ഓയിലാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ, അതായത് കേക്ക് കഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, ഒന്ന് നൈസായിട്ട് കഴിക്കാം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിക്കാം ഗൈസ്. ഭയങ്കര പെർഫെക്ഷനിലൂടെയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, അത് ബേക്കേഴ്സിനെ കൊണ്ടൊക്കെ പറ്റത്തുള്ളായിരിക്കും. ഇല്ലെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്ത് റെഡി ആവുന്നവർക്ക് പറ്റുമായിരിക്കും. അപ്പോൾ ഇത് ഫുൾ ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ അതിലൊരു മടിയൊന്നും കാണിക്കണ്ട. ഭയങ്കരമായിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് മിക്സ് ചെയ്യണം. ഭയങ്കര ക്ഷമയായിട്ടിരുന്നാണ് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. സത്യം കഴിച്ച് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഭയങ്കര ക്ഷമയാണ്. എന്ത് പെർഫെക്റ്റായിട്ടാണ് അല്ലേ അവരൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഞാൻ ഒരു കുഞ്ഞു ടിന്നിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. കാരണം ഭയങ്കരമായിട്ട് ബാറ്ററൊന്നും ഇല്ല, ഇത്രേ ഉള്ളൂ. ഇനി നമ്മളത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിലോ കുക്കറിലോ ഒക്കെ വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. ഇനി ഓവൻ ഇല്ലയെന്ന് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് ഇരിക്കേണ്ട കേട്ടോ. കുക്കറിലൊക്കെ നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കുക്കറിലൊക്കെ കേക്ക് ഉണ്ടാക്കണം, അങ്ങനത്തുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് കേക്ക് ഉണ്ടാക്കി എടുത്തു. അപ്പോഴത്തേക്കും നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ആ റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു മണമൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളാണ്. പിന്നെ ക്രീം നമ്മൾ സെറ്റാക്കണം. അപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് സെറ്റാക്കി അതിൻ്റെ ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെക്കറേഷൻ പരിപാടിയിലോട്ട് പോകാം ഗൈസ്. ഈ ഡെക്കറേഷൻ പരിപാടിയാണ് മൊത്തത്തിൽ എന്നെ പ്രാന്താക്കിയത്. അപ്പോൾ പിന്നെ ഈ ബേക്കേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ട് പരിചയം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ ഒരു പ്രൊഫഷണലാണെന്ന് തോന്നിയേക്കാം. പക്ഷേ കാര്യമൊന്നുമില്ല ഗൈസ്, വെറും ഷോ മാത്രമാണ്. അപ്പോൾ ഇത് നൂലൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കതൊന്നും വയ്യായിരുന്നു ഗൈസ്. പെട്ടെന്ന് കേക്ക് കഴിക്കാനുള്ള കൊതി കൊണ്ട് എല്ലാം ചെയ്തു. പിന്നെ വിപ്പിംഗ് ക്രീം എന്ന് വെച്ചാൽ നമ്മൾ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിട്ട് നമ്മളെ കയ്യിൽ ഇലക്ട്രിക് ബ്ലെൻഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു സ്പൂൺ പോലത്തെ ഐറ്റം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഗൈസ് ചെയ്തത്. അപ്പം ഈ ഒരു കേക്കിൻ്റെ ആ ഒരു ഡെക്കറേഷൻ ഫ്ലോപ്പ് ആക്കിയത് മെയിനായിട്ട് ഈ ക്രീം ഐറ്റമാണ്. കാരണം അത് ഞാൻ വിചാരിച്ച കണക്ക് സ്റ്റിഫായില്ല. ഇപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ മറ്റേ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ കേക്കിനകത്ത് ഫുൾ ഒന്ന് സെറ്റാക്കി വയ്ക്കുവാണ്. പിന്നെ സെക്കൻഡ് ലെയറാണ് നമ്മൾ ഈ ഒരു ക്രീം ചെയ്യുന്നത്. ഈ ക്രീം ഇപ്പം തന്നെ ഭയങ്കര സ്റ്റിഫ്നെസ് കുറവായിരുന്നു. ഒരു വാട്ടറി പോലായിരുന്നു ഗൈസ് ഇരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ബേക്കേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെയെന്ന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കേക്കിലെല്ലാം സെറ്റാക്കി എടുക്കാമല്ലോ. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു ഗൈസ് ഒരു ബ്ലെൻഡർ വാങ്ങാമെന്ന്. കാരണം ഈ ക്രീം ചെയ്തെടുത്തത് ഒരു കേക്ക് ഉണ്ടാക്കാൻ തന്നെ അത്രയും പാടുപെട്ടില്ല. പക്ഷേ ക്രീം ചെയ്യാൻ തന്നെ 1 മണിക്കൂറോളം എടുത്തു. പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചു ഗൈസ്. സെക്കൻഡ് ലെയർ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്രീം അധികം ഉണ്ടായിരുന്നു. അപ്പം ഈ ക്രീം എല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റാക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ക്രീം വാരി പൊത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ വാരി പൊത്താണെങ്കിൽ ഈ ക്രീം ഇങ്ങനെ ചെയ്യുന്ന അനുസരിച്ച് മീൻസ് ആ ഒരു സ്റ്റിഫ്നെസ് ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാണുമ്പം എന്തോ ഒരു ഫുൾ മാന്തിയ പോലെ ഒരു ഫീൽ അല്ലേ ഗൈസ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ അത് ഫുൾ നമ്മൾ സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻ പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഡെക്കറേഷൻ പരിപാടി ഇപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊക്കെ പോയിട്ടോ. എങ്ങനെയെങ്കിലും ഇത് സെറ്റാക്കിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ഒരു നോസിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പൂവൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ മറ്റേ നമ്മൾ മാറ്റി വെച്ച ആ ഒരു കേക്ക് വെച്ചിട്ട് ഫുൾ ഗ്രൈൻഡ് ചെയ്ത് ഇട്ടു. പിന്നെ ഒരു നോസിലൊക്കെ മതിയാവും ഗൈസ്. നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട്
എന്താ കൊതിക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇത് മതിയാവും. പിന്നെ നമുക്കൊരു ഗോൾഡൻ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ, അതും ഭയങ്കര അഫോർഡബിൾ ആയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ജസ്റ്റ് ഇത് നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് കഴിച്ചു നോക്കാം ഗൈസ്. പക്ഷേ എന്തായാലും ഈ ഒരു ലുക്കിലേ ഉള്ളായിരുന്നു പ്രശ്നം, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ട്രൈ നോക്കുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.